3-4 മാസം മുമ്പ് ഞാൻ കുറേ ടെലിഗ്രാമിൽ ആഫ്റ്റർ നോട്ട് കോയിൻ പേയ്മെൻറ്റ് ഇട്ട് കണ്ടിട്ട് ഞാൻ കുറേ ബോർഡ്സ് ഏകദേശം ഒരു 10-20 അതായത് നല്ലൊരു കമ്മ്യൂണിറ്റി നല്ല ബേസ് ലൈക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കുറേണം ചെയ്തായിരുന്നു. അതിലേക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നിയ ഒന്നായിരുന്നു നമ്മുടെ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഡോഗ്സിൻ്റെ ഈ ഇടയ്ക്ക് ലിസ്റ്റിംഗ് വരുന്നത് ബൈബിറ്റിലോട്ടേക്ക് വരുന്നത് ബൈനാൻസ് പോസ്റ്റ് ചെയ്യുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഷുവർ അതിന് ലിസ്റ്റായിട്ട് എല്ലാവർക്കും സെല് ചെയ്യാൻ പറ്റുമെന്ന്. ഇന്നലെ സാധനം ലിസ്റ്റായി ആൻഡ് ബൈനാൻസ് ലിസ്റ്റായി, MEX ലിസ്റ്റായി, ബൈബിറ്റ് ലിസ്റ്റായി, Gate.io എക്സ്ചേഞ്ച് ലിസ്റ്റായി. നല്ല രീതിയിലൊരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഡോഗ്സിൽ എല്ലാവരോടും ഞാൻ ടെലിഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വാലറ്റിലോട്ടേക്ക് ബൈനാൻസിലോട്ടേക്ക് ഏതെങ്കിലും ഒരു വാലറ്റിലോട്ടേക്ക് നിങ്ങൾ ഡോഗ്സ് വിഡ്രോ അടിക്കാൻ. ആൻഡ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 26 ആയിരുന്നു, 25 ആയിരുന്നു. 26 ലിസ്റ്റും വിഡ്രോയും കൊടുത്ത് ലിസ്റ്റും ചെയ്ത് പക്കയായിട്ട് നമുക്കിപ്പോൾ ട്രേഡും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഫ്രീ ആയിട്ട് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തിപ്പോൾ എല്ലാവരും നമ്മൾ കുറേ ഹാംസ്റ്ററൊക്കെ വന്ന് ഹാംസ്റ്റർ പക്ക മോഞ്ചിപ്പിച്ചിട്ട് പോയിട്ട് പക്ഷേ സ്റ്റിൽ കറൻ്റ്ലി ഉണ്ട്, ആർക്ക് പേയ്മെൻറ്റ് ഒന്നും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തിപ്പോൾ എല്ലാവരും ചെയ്തൊരു സാധനം ഡോഗ്സ്. ഇപ്പം ഡോഗ്സ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തിപ്പോൾ ലൈക്ക് വിഡ്രോ അടിച്ച് വെച്ചവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് വേണമെങ്കിലും സെല്ലാക്കാം. എങ്ങനെ സെല്ലാക്കാം എന്നുള്ള ഇതിൽ തന്നെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആൻഡ് അതേപോലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, പേര് കാറ്റ്സ് എന്നാണ് പേര്. ഓക്കെ, ബൈനാൻസ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. കണ്ടിട്ട് ഒരു സ്ട്രോങ് ഡോഗ്സ് ആണെങ്കിൽ തന്നെ ഒരു സ്ട്രോങ് പ്രൊജക്റ്റാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ പിന്നെ നമ്മളുടെ എന്തിപ്പോൾ ഡോഗ്സ് ചെയ്തവരൊക്കെ എത്രയും പെട്ടെന്ന് ലൈക്ക് വാലറ്റ് വിഡ്രോ അടിച്ചിട്ട് വാലറ്റിൽ അല്ല ടെലിഗ്രാമിലുണ്ടെങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ പേയ്മെൻറ്റ് വന്ന് കിടപ്പുണ്ടാവും. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് സെല്ലാക്കുക അല്ലെങ്കിൽ ഹോൾഡ് ആക്കുക. ഒരു പ്രൈസ് ഹൈക്ക് 3-4 ഡേയ്സിനുള്ളിൽ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സെയിം ആസ് നോട്ട് കോയിൻ. ഇപ്പോൾ ഇത് ടെലിഗ്രാമിൽ രണ്ടാമത്തെ സാധനമാണ് ഇത്രയും നല്ലൊരു പ്രോഫിറ്റ് വരുന്നത്. പെർ അക്കൗണ്ടിന് ഒരു $50, അതായത് ഏകദേശം ഒരു 5,000-4,000 പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫുള്ള് ഗൂഗിൾ പേയിലോട്ടേക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും, ഫണ്ട് ഈസിലി മാറ്റാൻ പറ്റുന്നതായിരിക്കും. വീഡിയോയിൽ മുഴുവനായിട്ട് ഞാൻ കാണിച്ചിരുന്നത്. മസ്റ്റ് വീഡിയോ മുഴുവനായിട്ട് കാണുക. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ ഗൈസ്, ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ്. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും ഡോഗ്സിൻ്റെ ലൈക്ക് എന്തിപ്പോൾ ഡോഗ്സിൻ്റെ ഒരു മീം പോസ്റ്റ് ആക്കിയാണ്. ഓക്കെ, ബിഫോർ ജസ്റ്റ് ഡോഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലൈക്ക് എന്താക്കി വെച്ചാൽ വലിയ കാര്യം ആക്കാത്തൊരു സാധനം നല്ലൊരു മീഡിയ അറ്റൻഷൻ കിട്ടിയിരുന്നു, നല്ലൊരു കമ്മ്യൂണിറ്റി അവർക്ക് ബിൽഡാക്കാൻ പറ്റിയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ലൈക്ക് പോസ്റ്റ് ഇട്ട് ബിഫോർ ലിസ്റ്റിങ്ങിനൊരു പോസ്റ്റ് ഇട്ട് ബൈബിറ്റ്, OKX, പിന്നെ ബൈനാൻസ്, Gate.io, MX. സോ ഇപ്പം ഞാൻ ബൈനാൻസിലോട്ടേക്ക് എനിക്ക് ഓൾറെഡി വിഡ്രോ അടിച്ച സാധനം റിസീവ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വാല്യൂ ഉണ്ടായിട്ടാ. ഓക്കെ, അല്ല മിന്നാന്ന് വാല്യൂ ഉണ്ടായിട്ടാ. ഇന്നലത്തെ സ്ക്രീൻ റെക്കോർഡാണ് ഇത്. ഓക്കെ, ഇന്ന് വാല്യൂയും കാര്യങ്ങളൊക്കെ വന്ന ഏകദേശം $59 ആയിട്ടുണ്ട്. ഓക്കെ, സോ അതായത് 0.0012 ആണ് കറൻറ്റ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഏകദേശം 0.006 ആയിരുന്നു അവർ മാർക്കറ്റ് എൻട്രി പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്രയും സെല്ലിങ്ങും ബൈയിങ്ങും വരുന്നത് കാരണം നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ആൾക്കാർ ബൈ ചെയ്ത് വെക്കുന്നുണ്ട്. കുറേ ആൾ സെല്ലിങ് ചെയ്യാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനും ഇവിടെ തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും കാണുന്നുണ്ടാവും. നമുക്ക് ഇവിടെ നല്ലൊരു സെല്ലിങ് പ്രഷർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്നെല്ലാം വെച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രൈസ് മൂവ്മെൻറ്റ്സ് ആണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഒരു $58 എന്ന് പറയുമ്പോൾ ഒരു ഡോളറിന് ഏകദേശം 89 രൂപ റേറ്റിൽ നമുക്ക് P2P ചെയ്യാൻ പറ്റും. സോ ഒരു 5100 നമുക്കിപ്പോൾ കറൻ്റ്ലി വിറ്റാൽ കിട്ടുന്നതാണ്. ഓക്കെ, 5100. ഓക്കെ, ഞാൻ കുറച്ച് സമയം ഹോൾഡ് ആക്കിയാൽ മേ ബി ലോ പ്രൈസിലായിരിക്കും എനിക്ക് സെല് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫ്രീ എയർ ഡ്രോപ്പാണ്. ഞാൻ വിചാരിച്ചിരുന്നു അതായത് സ്ട്രോങ് പ്രൊജക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, പക്ഷേ നോട്ട് കോയിനേഷൻ വീണ്ടും ഒരു ഇത് വരുന്ന അത്ര എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ഓക്കെ, സോ പക്ഷേ ഞാൻ മാക്സിമം വീഡിയോ ഇട്ട് എല്ലാവരോടും പറഞ്ഞിരുന്നു മാക്സിമം എല്ലാവരും ചെയ്യാൻ വേണ്ടി, കാരണം ഫ്രീ അല്ലേ. ഓക്കെ, സോ ചെയ്തവർക്കെല്ലാം പ്രോഫിറ്റ് ഉണ്ടായി. കറക്റ്റ് അവരുടെ സ്റ്റെപ്സൊക്കെ കറക്റ്റ് സ്റ്റെപ്സും പ്രൊസീജിയേഴ്സൊക്കെ കറക്റ്റ് വാലറ്റ് കണക്ട് ചെയ്ത് വാലറ്റിലോട്ടേക്ക് വിഡ്രോ അടിച്ച് അങ്ങനെ ചെയ്തവർക്കൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, സോ ഇനി എങ്ങനെ സെല്ലാക്കാം, എങ്ങനെ INR ആക്കാം, എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ കറൻറ്റ്ലി നിങ്ങൾക്ക് സ്പോട്ട് അക്കൗണ്ട് ഇപ്പോൾ ഞാൻ ബൈനാൻസിലാണ് സെല്ലാക്കുന്നത് കാണിച്ചു തരുന്നത്. ഓക്കെ, കറൻറ്റ്ലി നിങ്ങൾക്ക് സ്പോട്ട് അക്കൗണ്ടിലാണ് ഉണ്ടാവുക ഈ ഒരു ബാലൻസ്. അതെങ്ങനെയൊക്കെ മാറ്റാം P2P നിങ്ങൾ ഗൂഗിൾ പേയിലോട്ടേക്ക് എങ്ങനെ ആക്കാൻ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഏകദേശം പ്രൈസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 0.018 വരെയൊക്കെ വരികയാണെങ്കിൽ പ്രോഫിറ്റ് $81 ഒക്കെ ആവും. ഓക്കെ, ഇപ്പോൾ 0.0012 ആണ്. ഓക്കെ, 0.018 ആണെങ്കിൽ പ്രോഫിറ്റ് $81 ഒക്കെ ആവും. ഓക്കെ, സോ
നിങ്ങൾക്ക് എങ്ങനെ സെല് ചെയ്യാന്ന് വെച്ചാൽ, കാരണം ഇപ്പം നിങ്ങൾ ഇപ്പം നോട്ട് കോയിൻ്റെ എടുക്കുക. ഓക്കെ, നമ്മൾ ഇതേ കണക്കത്തെ ഒരു ടെലിഗ്രാം എയർ ഡ്രോപ്പ് ആയിരുന്നു നോട്ട് കോയിൻ്റെ. അവരുടെ പ്രൈസ് മൂവ്മെൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സോ അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അത് പക്ഷേ ലിസ്റ്റ് ആവുന്ന ടൈമിന് ഇപ്പോൾ ഒരു 10 പൈസ അല്ല, ഒരു 10 പൈസ അല്ല, ഒരു 10 പൈസ, അതായത് 0.1 റുപ്പീസൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതും 1 റുപ്പീസിലൊക്കെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം 0.1 സെല് ചെയ്തവരെല്ലാം മൂഞ്ചി. സോ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാം, ലൈക്ക് നിങ്ങളൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, അതായത് നല്ലൊരു ട്രേഡിങ് ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ $59 61 ആയിട്ടുണ്ട്. കുറച്ചിൻ്റെ അതും മാറും. ഓക്കെ, 64 ആവാം. ഓക്കെ, അപ്പം സെല് ചെയ്യുന്ന ടൈം, അതായത് ഈ ഒരു വീഡിയോ ഇന്നലെ ലിസ്റ്റ് ആയിട്ടുള്ളത്. സോ നല്ലൊരു ട്രേഡിങ് പ്രഷർ ആടെ ഉണ്ടാകേണ്ടതാണ് പ്രൈസ് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പോകുമ്പോഴത്തേക്ക് ഏകദേശം 64 ആയി. ഓക്കെ, സോ എങ്ങനെ സെല് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 2 രീതിയിൽ നമുക്ക് സെല്ലാക്കാം. നിങ്ങൾ ആദ്യം ട്രേഡിൽ പോയിട്ട് ഡോക്സ് സെർച്ച് ചെയ്തിട്ട് ഇവിടെ ബൈ ആൻഡ് സെൽ ഉണ്ടാവും. സോ ബൈ ആൻഡ് സെല്ലിൽ വന്നാൽ സെല്ലിൻ്റെ അടിയിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ലിമിറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ സെല്ലിൻ്റെ അടിയിൽ ഇപ്പോൾ ലിമിറ്റ് ഇട്ടിട്ട് നമുക്ക് 100% ഡോക്സും, അതായത് മാർക്കറ്റ് പ്രൈസിനും സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു പറയുന്നൊരു ഇത്ര പ്രൈസ് എത്തുന്നില്ല രീതിയിൽ സെല്ല് ചെയ്യും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഇപ്പം 0.0012 അല്ലേ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ലിമിറ്റിൽ ഒരു 0.20 കൊടുക്കുകയാണ്. ഓക്കെ, 20 വരെ പ്രൈസ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുമ്പം അതായത് നല്ലൊരു ട്രേഡിംഗ് പ്രഷർ ഉണ്ടാകൊണ്ട് പ്രൈസ് കൂടി 0.020 എത്തുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത്, അതായത് 107 ഏകദേശം 7,000 പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതൊരു ഓർഡർ ഇട്ട് നോക്കിയാൽ, ലിമിറ്റ് ഓർഡർ. അതർവൈസ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, അവിടെ അതായത് കറൻറ്റ്ലി ഇപ്പം എത്ര മാർക്കറ്റ് പ്രൈസ് അവിടെ സൈഡിൽ കാണിക്കേണ്ട ആ ഒരു പ്രൈസിന് ഓട്ടോമാറ്റിക്കലി സെല്ലാവുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അഥവാ ഇതായിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ആക്കിയിട്ട് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് സെല്ല് ചെയ്താൽ മാത്രം മതി. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് എങ്ങനെ സെല്ല് ചെയ്യാമെന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അപ്പം നിങ്ങളിവിടെ കാണാൻ പറ്റും, നമ്മുടെ ട്രേഡിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ കാണാൻ പറ്റും. അവിടെ തൊട്ടിപ്പുറത്ത് കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സോ അതായത് ട്രേഡിൻ്റെ ഭാഗത്തിലോട്ടേക്ക് വരിക. അവിടെ കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ സ്പോട്ടിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതാണ് ഈസി ടു സെൽ. ഓക്കെ, മറ്റേത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, സോ ഇവിടെ ഞങ്ങളുടെ ഏകദേശം മാക്സിമം ഡോക്സ് എടുക്കുകയാണ്. ആൻഡ് ഏതിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യേണ്ടിയെന്നില്ല, അതായത് ഡോക്സ് ടു USDT എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ മാക്സിമം ഡോക്സ് ലൈക്ക് 46,605 ആണ് എൻ്റെ അടുത്തുള്ളത്. സോ എനിക്ക് ഏകദേശം $58 അതിന് കിട്ടും. ഓക്കെ, അത് സെല്ലായിട്ട് നമുക്ക് USDT നമ്മുടെ സ്പോട്ട് വാലറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ സ്പോട്ട് വാലറ്റിൽ നിന്ന് ഫണ്ടിങ്ങിലോട്ടേക്ക് വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് P2P ആയിട്ട് INR ആക്കാനുള്ളതാണ്. ഓക്കെ, P2P ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ സ്പോട്ട് വാലറ്റിൽ നിന്ന് ട്രാൻസ്ഫർ അടിച്ചിട്ട് ഫണ്ടിങ് വാലറ്റിലോട്ടേക്ക് മാറ്റി. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ആ ഒരു ഡെപ്പോസിറ്റിൻ്റെ അടിയിൽ ഒരു P2P എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതായത് ഫണ്ടിങ്ങിലോട്ടേക്ക് വന്നാൽ. സോ അന്നേരം ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലോട്ടേക്ക് എത്തും. ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കേൾക്കണം. ഒക്കെ അതർവൈസ് ഒരു യൂട്യൂബ് വീഡിയോ കൂടി നോക്കി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ബൈൻ്റെ ഇപ്പുറത്തെ സെൽ ഓപ്ഷൻ കാണാൻ പറ്റും. സോ സെൽ ഓപ്ഷൻ എടുക്കുമ്പം ഇങ്ങനെ കാണാൻ പറ്റും. സോ അതിന് തൊട്ടിപ്പുറത്ത് ഒരു ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതായത് ആ ഒരു പേയ്മെൻറ്റ് ഡയറക്റ്റ് അവിടെ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാണ്ട്, അതായത് ഫുള്ള് ആദ്യം റീസെറ്റ് അടിക്കുക. എല്ലാം ആദ്യം റീസെറ്റ് അടിച്ച ശേഷം ഒരു ടൈം 15 മിനിറ്റ് ആക്കുക. ഗൂഗിൾ പേ എന്നുള്ള പേയ്മെൻറ്റ് ഗൂഗിൾ പേ മെത്തേഡ് ആക്കുക. ഓക്കെ, ടൈം 15 മിനിറ്റ് ആക്കുക. പേയ്മെൻറ്റ് ഗൂഗിൾ പേ മെത്തേഡ് ആക്കാം. ഓക്കെ, അത് നിങ്ങളടുത്ത് എത്ര ബാലൻസിൽ ഒരു $58 ആണെങ്കിൽ ഒരു $50 $40 ആണെങ്കിൽ ഒരു 2,000 കൊടുക്കാം. ഓക്കെ, അങ്ങനെ അതായത് 2,000 ടു ഇത്ര വരെയാണ് അവർക്ക് വാങ്ങേണ്ടത് എമൗണ്ട് അവർ വെച്ചിട്ടുണ്ടാവുക. എൻ്റെ അടുത്ത് $50. അപ്പോൾ ഞാൻ ഒരു 4,500 കൊടുത്തിട്ടായാലും. സോ ഇവിടെ നല്ലൊരു ബയ്യറിനെ കണ്ടുപിടിച്ചിട്ട് ഓൺലൈനിൽ ആക്റ്റീവായിട്ടുള്ള നല്ലൊരു ബയ്യറിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ അതിനുശേഷം അവർ ടൈമിന് അവർ ഓൺലൈനിലാണോ നോക്കുക, ടൈമും 15 മിനിറ്റ് ആണോ നോക്കുക. ഓക്കെ, സോ അതൊക്കെ നോക്കിയ ശേഷം നിങ്ങളുടെ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഗൂഗിൾ പേ നമ്പറാണ് പേയ്മെൻറ്റ് മെത്തേഡിൽ ആഡ് ആക്കിയിട്ടുള്ളത്. ഇത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് P2P എങ്ങനെ ചെയ്യാമെന്നുള്ള യൂട്യൂബ് വീഡിയോ പലതും യൂട്യൂബിൽ കിടപ്പുണ്ടാവും. സോ അത് നോക്കിയിട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പം ഞാനിവിടെ ഗൂഗിൾ പേ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ എനിക്ക് ഏകദേശം $58.05 കൺവേർട്ട് ആക്കിയിട്ട് 5,044 റുപ്പീസ് എനിക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ എനിക്കിവിടെ പ്ലേസ് ഓർഡർ കൊടുക്കാം. സോ ഞാനിവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ്. ഓക്കെ, സോ ആധാർ കാർഡ് റിക്വയർഡൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. സോ മേ ബി വേണ്ട, ചുമ്മാ കാണിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചു
അത് വേണ്ട ആവശ്യമുള്ളൂ. സോ അതിനുശേഷം നിങ്ങൾ ആ ചാറ്റിലോട്ടേക്ക് പോവുക. ഓക്കെ, ഏകദേശം ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഓർഡർ ചെയ്ത പുള്ളിക്കാരൻ നമുക്ക് പേയ്മെൻറ്റ്, അതായത് നമ്മൾ ഗൂഗിൾ പേയിലോട്ടേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കാം. അങ്ങനെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ആക്കിയാൽ അവർ നമ്മൾ ഗൂഗിൾ പേയിലോട്ടേക്ക് പേയ്മെൻറ്റ് റിസീവ് ആയി കൺഫേം ആക്കി കറക്റ്റ് എമൗണ്ട് വന്നെന്നാക്കിയാൽ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നിട്ട് ഇതാക്കണം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ചാറ്റിൽ കാണാൻ പറ്റും ഗ്ലാഡ് ടു ട്രേഡ് വിത്ത് യു, പ്ലീസ് ഇൻഫോം മീ ആഫ്റ്റർ യു ഹാവ് മെയ്ഡ് പേയ്മെൻറ്റ്. അത് ജസ്റ്റ് ഒന്ന് അടിച്ചു. ഓക്കെ, സോ ബെറ്റർ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ്റെ. ഇവിടെ പുള്ളിക്കാരൻ എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 5044 റുപ്പീസ് എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാനിനി എന്താക്കാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കേണ്ടതുണ്ട്. ഓക്കെ, ക്രോസ് ബാറിലേക്ക് ബാക്ക് എടുത്താൽ ഇവിടെ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരന് പേയ്മെൻറ്റ് സെൻഡ് എന്ന് പറഞ്ഞിട്ട് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ കളർ ആ ഒരു ബട്ടൺ വരും. ഓക്കെ, സോ കറക്റ്റ് എമൗണ്ട് റിസീവ് ആയി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ആ ഒരു P2P ചെയ്ത് ഡോക്സ് നമുക്ക് കൺവേർട്ടാക്കി USDTയിലോട്ടേക്ക് മാറ്റി. ആൻഡ് അതിനുശേഷം നമ്മൾ സ്പോട്ടിൽ നിന്ന് ഫണ്ടിങ്ങിലോട്ടേക്ക് ഡോളേഴ്സ് മാറ്റി. ദെൻ P2Pയിൽ നല്ലൊരു ബയ്യറെ കണ്ടുപിടിച്ച് നമ്മൾ എമൗണ്ട് സെല്ലാക്കി ഗൂഗിൾ പേയിലോട്ടേക്ക് ഫണ്ട് മാറ്റി. അങ്ങനെ നമ്മൾ ഡോക്സിൽ നിന്ന് എയർ ഡ്രോപ്പ് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു എമൗണ്ട് ഇതാക്കിയിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് അത്ര എഫേർട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇതിലും നല്ലൊരു എമൗണ്ട് കിട്ടിയാണ്. സോ ഇനിയും എയർ ഡ്രോപ്പ് ഉണ്ട്. ക്യാറ്റിൻ്റെ എയർ ഡ്രോപ്പ് നാളെ ചെയ്യും.